നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആറാട്ടുപുഴ മന്ദാരം കടവിൽ ശിവരാത്രി പിതൃതർപ്പണത്തിനെത്തിയത് ആയിരങ്ങൾ. 30 മുക്കോടി ദേവി ദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവിലെ മഹാശിവരാത്രിയും പിതൃതർപ്പണവും ഭക്തി നിർഭരമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ കെ മുരളീധരന് ഡിസിസിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. ഡിസിസി പ്രസിഡന്റ് ജോസ് പള്ളൂർ, ടി.എൻ. പ്രതാപൻ MP തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ചാഴൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നാനോ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ മന്ദാരം കടവിൽ ശിവരാത്രി പിതൃതർപ്പണത്തിനെത്തിയത് ആയിരങ്ങൾ. 30 മുക്കോടി ദേവീദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവിലെ മഹാശിവരാത്രിയും പിതൃതർപ്പണവും ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച പുലർച്ചെ 12:30 മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ഒരേ സമയം 500ഓളം പേർക്ക് പിതൃതർപ്പണം ചെയ്യുന്നതിനുള്ള സൗകര്യവും കുളിക്കുന്നതിന് ഷവർ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിതൃതർപ്പണത്തിനുള്ള സാധന സാമഗ്രികളും കർമ്മികളും കടവിൽ സജ്ജമായിരുന്നു. സൗജന്യമായി വസ്ത്രം സൂക്ഷിക്കാനുള്ള സൗകര്യവും പിതൃതർപ്പണത്തിന് വരുന്നവർക്ക് സൗജന്യമായ ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. കൂടാതെ പുഴയിൽ ഇറങ്ങുന്നവർക്ക് എല്ലാ സുരക്ഷാ സൗകര്യവും സംഘാടകർ ഒരുക്കി. 7-ന് വൈകിട്ട് 7 മണിക്ക് കൊച്ചിൻ കലാഭവൻ അവതരിപ്പിച്ച ഗാനമേള അരങ്ങേറി. 8-ന് പുലർച്ചെ 4-ന് ഗണപതി ഹോമം, 7:30-ന് ശിവപുരാണ പാരായണം, വൈകിട്ട് 6:30-ന് മഹാദീപാരാധന, 6:35-ന് കൂവളപ്പറ നിറയ്ക്കൽ, 7-ന് സാംസ്കാരിക സമ്മേളനവും ശിവരാത്രി പുരസ്കാര സമർപ്പണവും നടന്നു. ശ്രീ ഗുരുനാരായണാശ്രമം മഠാധിപതി ശ്രീമദ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ കിയ്യത്തുകോരന് ശിവരാത്രി പുരസ്കാരം സമർപ്പിച്ചു. വൈകിട്ട് 8:30 മുതൽ ചൈതന്യ യോഗ സെന്റർ അവതരിപ്പിച്ച യോഗ ഡാൻസ്, ഫ്യൂഷൻ, തിരുവാതിരക്കളി, കരോക്കെ ഗാനമേള, നൃത്തങ്ങൾ, തുടർന്ന് കരോട്ടുമുറിയിൽ നിന്നും കൈതവളപ്പിൽ നിന്നും മന്ദാരക്കടവിലേക്ക് വാദ്യഘോഷങ്ങളോടെ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ കെ മുരളീധരന് DCCയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. പന്ത്രണ്ടേകാലോടെ ട്രെയിൻ ഇറങ്ങിയ കെ മുരളീധരനെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, ടി.എൻ. പ്രതാപൻ MP എന്നിവരുടെ നേതൃത്വത്തിൽ തിങ്ങി നിറഞ്ഞ 100 കണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത്. തുടർന്ന് റെയിൽവേ സ്റ്റേഷന് പുറത്ത് സജ്ജമാക്കിയ തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോയും നടന്നു. ടി.എൻ. പ്രതാപൻ MP, ജോസ് വള്ളൂർ, MP വിൻസെന്റ് എന്നിവരും കെ മുരളീധരനൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു. ചാഴൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നാനോ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്ത് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. CDS ചെയർപേഴ്സൺ സുധാദേവി പ്രകാശൻ സംസാരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വെട്ടുക്കാട് സെന്റ് ജോസഫ് പള്ളിയിലെ മദർ തെരേസ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആശാദീപം കോൺവെന്റിലെ അന്തേവാസികളായ അമ്മമാരെ ആദരിച്ചു. ഇടവക വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ ആദരവ് നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയ സിസ്റ്റർ ശില്പയെയും സിസ്റ്റർ വിശാലതയെയും ആദരിച്ചു. തുടർന്ന് അന്തേവാസികളായ അമ്മമാർക്ക് മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. യൂണിറ്റിലെ വനിതാ ഭാരവാഹികളായ ലാലി തങ്കച്ചൻ, ബീന പോൾസൺ, ഡോളി കുര്യാക്കോസ്, കുട്ടിക്കൂട്ടായ്മ ആനിമേറ്റർ ആൽവീന റോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാന്നാമംഗലം ക്ഷീരോത്പാദക സംഘത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സാബു ഉദ്ഘാടനം ചെയ്തു. സംഘം വൈസ് പ്രസിഡന്റ് ലളിത സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം മിനി റെജി വനിതാ ദിന സന്ദേശം നൽകി. ഒല്ലൂക്കര ക്ഷീരവികസന ഓഫീസർ മീനു റസൽ, മിൽമ സൂപ്പർവൈസർ ഐഫി, സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പിള്ളി, ഷിൻസി റോബിൻ, TS സോണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുര പലഹാര വിതരണവും സമ്മാനദാനവും ഉണ്ടായിരുന്നു. തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും കരുണം കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷവും വോട്ടർ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു.
ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വീണ്ടും ഒരു അന്താരാഷ്ട്ര വനിതാ ദിനം വന്നെത്തിയിരിക്കുകയാണ്. കണക്ക് നോക്കുമ്പോൾ 50ാമത്തെ അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. ഇവിടെ 50 പേരെയാണ് ഇന്ന് ആദരിക്കുന്നത്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ തരത്തിൽ തിളക്കമാർന്ന വിജയം നേടിയ അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെച്ച മഹിളാരത്നങ്ങളെ, സമൂഹത്തിൻ്റെ പല തട്ടിലുള്ളവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. ഇതിന് മുൻകൈയെടുത്ത നമ്മുടെ നെഹ്റു യുവകേന്ദ്രയെയും അതുപോലെ തന്നെ അതിനോട് സഹകരിച്ച കരുണം ട്രസ്റ്റിലെ എല്ലാ ഭാരവാഹികളെയും എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്നും തിരഞ്ഞെടുത്ത 50 വനിതകൾക്ക് സെഡാർ റീറ്റെയിൽ സമ്മാനിച്ച ഉപഹാരങ്ങൾ നൽകി. ഡിവിഷൻ കൗൺസിലർ ശ്യാമള മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കരുണം കൂട്ടായ്മ ചെയർമാൻ ജൻസൺ ജോസ് കാക്കശ്ശേരി, ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ, അഡ്വക്കേറ്റ് സിനി ജോൺ, നിതിൻ ജോസ്, ബിന്നു ഡയസ്, ജോസ് വൈക്കാടൻ, ലിയാസ് ബാബു, ഉഷ ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒല്ലൂർ ഫൊറോന പള്ളിയിലെ KCYM വനിതാ വിഭാഗവും നീതൂസ് ഇ സേവാ സെന്ററും സംയുക്തമായി മെഗാ ആധാർ മേളയും ഓൺലൈൻ സേവനങ്ങളും സംഘടിപ്പിച്ചു. KCYM വനിതാ വിഭാഗം പ്രൊമോട്ടർ ഫാദർ ആന്റണി ചിറ്റിൽപ്പിളിയും സഹവികാരിമാരും ട്രസ്റ്റിമാരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. KCYM വനിതാ വിഭാഗം പ്രസിഡന്റ് മേൽന ജോസ്, ആനിമേറ്റർ ജാൻസി ഷാജു, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞാണി തൃക്കുന്നത്ത് ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്കിടെ BJP ലോക്സഭാ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എത്തി തൊഴുതുമടങ്ങി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 സുരേഷ് ഗോപി എത്തിയത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ സുരേഷ് ഗോപിയെ കാത്തുനിന്നിരുന്നു. ക്ഷേത്രം ഊരായ്മ പ്രസിഡന്റ് ദിവാകരൻ തിരുമേനി, സെക്രട്ടറി മാങ്കൂർ മനക്കൽ പ്രമോദ് എന്നിവർ ചേർന്ന് സുരേഷ് ഗോപിയെ ഉപഹാരം നൽകി സ്വീകരിച്ചു. പടിക്കെട്ടുകൾ കയറി ശിവക്ഷേത്രത്തിന് മുന്നിലെത്തി തൊഴുതുനിന്ന സുരേഷ് ഗോപിക്ക് പഴങ്ങാപ്പറമ്പ് രാമൻ തിരുമേനിയും മുരളി തിരുമേനിയും ചേർന്ന് പ്രസാദം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ സുരേഷ് ഗോപിക്ക് താമരമാല അണിയിച്ചു. സ്ഥാനാർത്ഥിയുടെ പരിവേഷമില്ലാതെ നടന്നു നീങ്ങിയ സുരേഷ് ഗോപി തന്നെ കാത്തുനിന്നവർക്കിടയിലൂടെ സൗഹൃദം പങ്കിട്ടാണ് നടന്നു നീങ്ങിയത്. നാഷണൽ മെഡൽ ജേതാക്കളായ വിദ്യാർത്ഥികൾക്കും അവരുടെ പരിശീലകനും സുരേഷ് ഗോപി ഉപഹാരം സമ്മാനിച്ചു. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6075 രൂപ, പവന് 48,600 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ആറാട്ടുപുഴ മന്ദാരം കടവിൽ ശിവരാത്രി പിതൃതർപ്പണത്തിനെത്തിയത് ആയിരങ്ങൾ. 30 മുക്കോടി ദേവി ദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവിലെ മഹാശിവരാത്രിയും പിതൃതർപ്പണവും ഭക്തി നിർഭരമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ K മുരളീധരന് DCCയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് ജോസ് പള്ളൂർ, TN പ്രതാപൻ MP തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ചാഴൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നാനോ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.